ഉയിരിൽ അലിയാൻ. രചനാ സംഭാഷണം രുദ്രാരുദ്രപ്രിയ. വീർത്ത വയറും താങ്ങി കൺമണി വെയിൽ കൊള്ളാൻ ഉമ്മറത്തെണ്ണയിലിരുന്നു. അവളുടെ മുഖം ചുവന്നു തൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുറെ കൂടി വണ്ണം വെച്ചു. ഇളം വെയിലിൽ പെണ്ണിൻ്റെ വയറിലെ സ്വർണ്ണ രോമങ്ങൾ തിളങ്ങുന്നുണ്ട്. കാലിൽ ചെറുതായി നീരും. സ്വർണ്ണ പാദസരം കാലിൽ ചുറ്റിപ്പിണഞ്ഞു കിടപ്പുണ്ട്. മേൽച്ചുണ്ടും കഴുത്തുമൊക്കെ ചെറുതായി വിയർത്തു തുടങ്ങി. കാശി ഇപ്പോൾ പറമ്പിലോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. ഇന്ന് നാളികേരം ഇടിക്കുന്നുണ്ട്. അമ്മാവൻ ഒറ്റയ്ക്കാണ് ഇതിൻ്റെ എല്ലാം പിന്നാലെ. കൂട്ടുപോലെ കൺമണിയും വെച്ചു പിടിക്കും. ഇപ്പോൾ അവൾക്ക് വയ്യാത്തത് കാരണം കാശിയാണ് എല്ലാത്തിനും കൂടെ. പെണ്ണെന്നാലും നിർബന്ധിക്കും അവളും കൂടി വരട്ടെ എന്ന്. പക്ഷേ കാശി കണ്ണുരുട്ടി ഒരിടത്തിരുത്തും. വെട്ടിയെടുത്ത കരിക്കുമായി കാശി കൺമണിയുടെ അടുത്തേക്ക് വന്നു. ഇത് കുടിക്ക് കണ്ണ, ക്ഷീണം മാറട്ടെ. അവൾ കരിക്ക് കയ്യിലേൽപ്പിച്ചു. കൺമണി അത് കുറച്ചായി വേഗം കുടിച്ചു. ഒന്നുകൂടി വേണോ കണ്ണ? വേണ്ട കാശിയേട്ടാ. കാശിയേട്ടാ, കുട്ടേട്ടൻ എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായല്ലോ, ഇതുവരെ കണ്ടില്ല. കുട്ടേട്ടൻ എന്നോട് പിണക്കായിരിക്കുമോ? കുട്ടേട്ടൻ എന്തിനാ തന്നോട് പിണങ്ങുന്നത്? എന്നോട് പറഞ്ഞല്ലോ കണ്ണനെ കാണാൻ വരുമെന്ന്. ഇപ്പോൾ നാട്ടിലല്ല, ഏതോ സുഹൃത്തിൻ്റെ കൂടെ അല്പം ദൂരെയാണ് ജോലി. മാസത്തിൽ ഒരു തവണയോ മറ്റോ വരികയുള്ളൂ. കഴിഞ്ഞ തവണ രാധയെ കൂട്ടാൻ പോയപ്പോൾ ഞാൻ അവിടെ വരെ പോയതല്ലേ. വന്നില്ലെങ്കിൽ എന്നോടൊന്ന് ഫോണിലെങ്കിലും സംസാരിച്ചൂടെ കുട്ടേട്ടാ? ആ ശബ്ദം പോലും മറന്നുപോയി. കണ്ണനെ വേണ്ടായിരിക്കുമല്ലേ കാശിയേട്ടാ? ചോദിക്കുമ്പോൾ അവളുടെ ഒച്ച ഇടറുന്നതും ചുണ്ടുകൾ വിതുമ്പുന്നതും കാശി ശ്രദ്ധിച്ചു. കുട്ടൻ വിളിക്കും. ചിലപ്പോൾ തിരക്കിപ്പെട്ടതായിരിക്കും. സ്വന്തം വർക്കല്ലല്ലോ കണ്ണേ, ആരുടെയെങ്കിലും കൂടെയൊക്കെ പോകുന്നതല്ലേ. അപ്പോൾ പിന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് കാണും. നമ്മൾ മനസ്സിലാക്കണ്ടേ? അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞതെങ്കിലും അവളുടെ വിഷമം എത്രയാണെന്ന് കാശിക്ക് മനസ്സിലായി. കുറച്ചു നേരം കൂടി ഇളം വെയിൽ കൊണ്ടതിൽ പിന്നെ കൺമണിയെ എഴുന്നേൽപ്പിച്ച് കാശി അകത്തേക്ക് നടത്തിച്ചു. അപ്പോഴേക്ക് രാഗിണി മുളപ്പിച്ച പയറും ഉള്ളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകും ചതച്ച് അല്പം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചതച്ച് വെച്ച സാധനങ്ങളെല്ലാം അതിലേക്കിട്ട് മൂപ്പിച്ച് പയറും തട്ടി ഉപ്പിട്ടിളക്കി. അതിൻ്റെ മണം മൂക്കിലടിച്ചപ്പോൾ കൺമണിയുടെ മുഖം വിടർന്നു. രാഗിണി ചെറിയ ബൗളുമായി അവൾക്കടുത്തേക്ക് വന്നു. കൺമണിക്ക് ഇതിപ്പോൾ വലിയ ഇഷ്ടമാണ്. ചൂട് കട്ടനും കൂടി കൊടുത്തു. അവൾ ആസ്വദിച്ച് കഴിക്കുന്നത് കാശി നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞ് അവളെ റൂമിലാക്കിയിട്ട് കാശി അത്യാവശ്യം കുറച്ച് ഫോൺ കോൾ ചെയ്യാനായി മാറി നിന്നു. രാജീവനെ വിളിച്ച് കൺമണി കുട്ടനെ കാണാൻ ആഗ്രഹിക്കുന്നതിനെക്കുറിച്ചും അവൻ ദൂരത്ത് ജോലിക്ക് പോയെന്നും പറഞ്ഞു. കാശി ജയശ്രീ ചേച്ചിയോട് കണ്ണനെ വന്ന് കാണാൻ പറയുക. അവർക്കിപ്പോൾ അവളോട് പിണക്കം ഒന്നുമില്ല എന്നറിയുമ്പോൾ തന്നെ സന്തോഷമാകും. മാത്രവുമല്ല, കുട്ടൻ ദൂരെ ജോലിക്ക് പോയിരിക്കുകയാണെന്ന് അവരും കൂടി പറയുമ്പോൾ അവൾക്ക് സമാധാനമാകും. പിന്നെ കുറേ നാളായി അവരെ കൺമണി കാണാൻ കാത്തിരിക്കുകയല്ലേ. ആ പിണക്കമങ്ങ് മാറുമെങ്കിൽ മാറട്ടെ. പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ ജയശ്രീയെ കാണാൻ പോയി. കൺമണിയെ കാണാൻ വരുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഞാൻ വന്നാൽ അവൾക്ക് ഇഷ്ടമാകുമോ? ഒന്നാമത് ഈ അവസ്ഥയിൽ അവളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അവരുടേതായ ഭാഷയിൽ രമേശനോട് പറഞ്ഞു. അതൊന്നുമില്ല, ചേച്ചി വരണം, രമേശനും പറഞ്ഞു. കാശി വിളിച്ച നേരം മുതൽ ജയശ്രീക്ക് ആകെ ഒരു പരവേശം. കൺമണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് പോകണ്ടേ. അവൾ വേഗം കയ്യിൽ കരുതിയിരുന്ന പൈസ എടുത്ത് പുറത്തേക്ക് പോയി. അരമണിക്കൂർ കഴിഞ്ഞ് തിരികെ വന്നു. ഓട്ടോയിൽ നിന്നും വലിയ ബാഗും ചക്കയും ഒക്കെ ഇറക്കി വെച്ചു. ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു. അമ്മയെ ഈ സഹായത്തിന് വിളിച്ച് എല്ലാം ചുമന്നകത്തേക്ക് വെച്ചു. ചക്ക വെട്ടിപ്പറിച്ച് വറുക്കാനായി അരിഞ്ഞ് പാത്രത്തിലേക്ക് മാറ്റി. അവിടെ ഇതൊന്നും കിട്ടാഞ്ഞിട്ടല്ല അമ്മേ, എങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി. ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നും സ്നേഹത്തോടെ ഒരു നോട്ടം പോലും ഉണ്ടായിട്ടില്ല. അവൾക്ക് താങ്ങായി നിൽക്കേണ്ട സമയത്ത് കുത്തുവാക്കും ശകാരവും കൊണ്ട് അകറ്റി നിർത്തിയതല്ലാതെ സ്നേഹത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് പോലുമില്ല. അതിൻ്റെയൊക്കെ ആവും ഇപ്പോൾ അനുഭവിക്കുന്നത്. ജയശ്രീ പറയാൻ കഴിയാതെ എല്ലാം ഒരു പേപ്പറിൽ എഴുതി കാട്ടി. ഭവാനിയമ്മയും അത് ശരിയെന്നുള്ള മട്ടിൽ അവളെ തന്നെ നോക്കിയിരുന്നു. ഇന്നിപ്പോൾ കാശി ഉള്ളതുകൊണ്ട് മാത്രം ജീവിച്ചു പോകുന്നു. എത്രയൊക്കെ ആയാലും കൂടപ്പിറപ്പല്ലേ. അവൾക്ക് വേദനിക്കും കുട്ടേട്ടൻ്റെ അവസ്ഥയിൽ. അതറിഞ്ഞതല്ലേ കാശി കുട്ടേട്ടനെ കാണുമെന്ന് ആഗ്രഹിച്ചത്. അവൾ ആഗ്രഹം പറഞ്ഞതുകൊണ്ട് കാശി അന്വേഷിച്ച് ഇവിടെ വരെ വന്നു. അതുകൊണ്ടിപ്പോൾ കുട്ടേട്ടനെ ചികിത്സിപ്പിക്കാൻ കഴിയുന്നു. ഇതിനെല്ലാത്തിനും നന്ദി പറഞ്ഞ് കൺമണിയോടാണ്. ചക്ക വറുത്തു, കായ വറുത്തു, ചക്കവരട്ടി ഉണ്ടാക്കി, കുറച്ച് അലുവ ഉണ്ടാക്കി, മുഴുത്ത നെല്ലിക്ക വാങ്ങി തേൻ നെല്ലിക്കയാക്കി. എന്തായാലും 2 ദിവസം കഴിയുമ്പോൾ അതും കഴിക്കാം. എന്തൊക്കെ ചെയ്തിട്ടും തൃപ്തിയാവാത്തതുപോലെ ജയശ്രീക്ക് മതിയാകുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ രമേശൻ എത്താറാകുന്ന നേരമായപ്പോൾ 2 പേരും കൂടി കുളച്ച് ഡ്രസ്സ് മാറി വന്നു. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ബേസ് ബോർഡിനുള്ളിലാക്കി പൊതിഞ്ഞു വെച്ചു. ദൂരത്ത് നിന്നേ രമേശൻ വരുന്നത് കണ്ടു. ആരുടെയോ കാറും കടം വാങ്ങിയുള്ള വരവാണ്.
ഭവാനിയമ്മയും ജയശ്രീ സന്തോഷത്തോടെ അവരെ നോക്കി ചിരിച്ചു. ഇപ്പോൾ കുറേ ഉണ്ടല്ലോ ജയശ്രീച്ചേ. രമേശൻ്റെ ചോദ്യം കേട്ടപ്പോൾ ജയശ്രീ അമ്മയെ നോക്കി. ഓരോന്നായി അടുപ്പിച്ച് വന്നപ്പോൾ ഇത്രയും ആയിപ്പോയി രമേശ. ഇത്രയും നാളും ഒരു മുട്ടായി തുണ്ടുപോലും വാങ്ങി കൊടുത്തിട്ടില്ല ഭവാനി പറഞ്ഞു. ജയശ്രീ കണ്ണ് നിറച്ചു. ഇപ്പോൾ എന്തുണ്ടാക്കിയിട്ടും മതിയാകുന്നില്ല. പോട്ടെ ചേച്ചി, അതൊക്കെ കഴിഞ്ഞില്ലേ? വേഗം വന്നേ, കുറച്ചു നേരത്തെ യാത്രയുണ്ട്. ഏകദേശം വൈകുന്നേരത്തോട് അടുത്തപ്പോഴാണ് രമേശൻ്റെ കാറ് കുന്നത്തെത്തിയത്. വരാന്തയിൽ എന്തോ കുറച്ചുകൊണ്ടിരുന്ന കൺമണി കാറ് വരുന്നത് കണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്നു. കാറിൽ നിന്നിറങ്ങുന്ന ജയശ്രീയെയും ഭവാനിയമ്മയും കണ്ടപ്പോൾ അവളുടെ മുഖം ചുളിഞ്ഞു. കാറിനുള്ളിലേക്ക് ഒരിക്കൽ കൂടി സൂക്ഷിച്ചു നോക്കി. കുട്ടേട്ടനുണ്ടോ എന്ന്. ഇല്ലെന്ന് കണ്ടപ്പോൾ സങ്കടം തോന്നി. നിറഞ്ഞ കണ്ണുകളോടെ കാശിയെ നോക്കി. കുട്ടേട്ടൻ വന്നില്ലല്ലേ? കാശിയേട്ട, വിതുമ്പിപ്പോയവൾ. കണ്ണാ, കുട്ടൻ ദൂരത്ത് പണിക്ക് പോയെന്ന് പറഞ്ഞില്ലേ? പിന്നെന്തിനാ ഈ കരച്ചിൽ? പെട്ടെന്ന് ഏട്ടത്തിയെ കണ്ടപ്പോൾ കുട്ടേട്ടൻ കൂടെ കാണുമെന്ന് കരുതി. കാണാൻ കൊതിയായിട്ടാ. ഞാൻ പറഞ്ഞില്ലേ, ഉറപ്പായും കുട്ടൻ വരും. ഇപ്പോൾ കരഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കാതെ അവരെ അകത്തേക്ക് ക്ഷണിക്ക്. കരഞ്ഞ മുഖം അമർത്തി തുടച്ചുകൊണ്ട് കൺമണി പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു. അവളെ കണ്ടപ്പോൾ ജയശ്രീയുടെ കണ്ണ് നിറഞ്ഞു. സുഖമാണോ മോളെ? ഭവാനിയമ്മ കൺമണിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ആദ്യമായാണ് അവരിൽ നിന്നും ഇങ്ങനെ ഒരു അനുഭവം. അതിൻ്റെ പകപ്പ് മുഴുവനും കൺമണിയുടെ മുഖത്തുണ്ടായിരുന്നു. സുഖം. ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പോഴും എന്നോട് പിണക്കമാണോ? കൺമണി ജയശ്രീയെ നോക്കി ചോദിച്ചു. അത് മോളെ. ജയശ്രീ ഭവാനി ദയനീയമായി കാശിയെ നോക്കി. കണ്ണാ, കുറച്ചു മുന്നേ അവിടെ നാട്ടിൽ വെച്ചൊരു ആക്സിഡൻറ്റിൽ നേരിൽ കണ്ടു ജയശ്രീച്ചി. അതിൻ്റെ പകപ്പിൽ പേടിച്ച് ഒച്ചപോയി. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. അതിൻ്റെയൊക്കെ ചിലവ് നോക്കാനും കൂടിയാണ് കുട്ടൻ ദൂരെ പണിക്ക് പോയത്. കേട്ടപ്പോൾ കൺമണി ഞെട്ടിപ്പോയി. ചേച്ചിയുടെ ശബ്ദം പോയോ? നിറഞ്ഞ കണ്ണുകളോടെ ജയശ്രീ ചേർത്ത് പിടിച്ചു. തന്നോട് പറഞ്ഞതും ചെയ്തതുമായിട്ടുള്ള എല്ലാ ക്രൂരതകളും ആ ഒരു നിമിഷം കൊണ്ട് മറന്നുപോയി അവൾ. അല്പനേരം കൂടി കരഞ്ഞും സമാധാനിപ്പിച്ചും ഇരുന്നു. എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഇനി അവരെ നാട്ടിലേക്ക് വിടില്ലെന്ന് കൺമണി ഉറപ്പിച്ചു. അമ്മാവനും അമ്മയും എല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് ഭവാനിയോടും ജയശ്രീയോടും പെരുമാറിയത്. എന്നാൽ രാഗിണി മാത്രം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ മുറമുറുക്കും. ശേഖരൻ്റെ കണ്ണുരുട്ടലിൽ അത് അവസാനിക്കും. അന്ന് വൈകുന്നേരം കാശി മഠത്തിൽ വിളിച്ച് ചികിത്സയെക്കുറിച്ച് അന്വേഷിച്ചു. കുട്ടനോട് അല്പനേരം സംസാരിച്ചു. വീട്ടിൽ അമ്മയും ജയശ്രീയും ഉള്ളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു. എങ്ങനെയുണ്ട് ചികിത്സയിൽ? കുട്ടന് മാറ്റം എന്തെങ്കിലും? മടിച്ചാണ് ചോദിച്ചത് കാശി. നേരിൽ കണ്ട് തന്നെ ബോധ്യപ്പെടാം. നാളെ തന്നെ ഇങ്ങോട്ട് പോന്നോളൂ. വൈദ്യം പറയുന്നത് കേട്ടപ്പോൾ കാശിക്ക് ഉത്സാഹമായി. എത്രയും പെട്ടെന്ന് നേരം വെളുത്താൽ മതിയെന്നായി. അപ്പോൾ തന്നെ രാജീവിനെ വിളിച്ച് വിവരം പറഞ്ഞു. രാവിലെ കാറുമായി എത്താൻ. വെളുപ്പിന് രണ്ടുപേരും കൂടി ഒരുമിച്ചാണ് വൈദ്യർ മഠത്തിലേക്ക് പോയത്. ഗ്ലാസ് താഴ്ത്തിയിരിക്കുന്നത് കൊണ്ട് പുറത്തുനിന്ന് ചെറിയ തണുപ്പ് അകത്തേക്ക് അരിച്ചു കയറി. പുലർകാലത്ത് വൈദ്യർ മഠം പ്രത്യേക ഭംഗിയാണ്. കോടയും അമ്പലത്തിൽ നിന്നുള്ള മണിയൊച്ചയും പച്ചമരുന്നിൻ്റെയും ചന്ദനത്തിൻ്റെയും സമ്മിശ്ര ഗന്ധവും എല്ലാ അന്തരീക്ഷത്തെ പ്രത്യേകതയുള്ളതാക്കും. കാറ് നിർത്തി ഇറങ്ങുമ്പോൾ വൈദ്യർ പൂമുഖത്തിരിപ്പുണ്ട്. ആഹാ, നിങ്ങളായിരുന്നോ? പുലർച്ചയ്ക്ക് തന്നെ ആരാണെന്ന് കരുതി. ബുദ്ധിമുട്ടായോ? കാശി ചോദിച്ചു. ഇല്ല, വരൂ, അകത്തിരിക്കാം. ഇല്ല, കുട്ടനെ ഒന്ന് കണ്ടിട്ട് കുറച്ചായി. ക്ഷമയില്ലല്ലേ? വൈദ്യർ പുഞ്ചിരിച്ചു. ചികിത്സാമുറിയിലേക്ക് ചെന്നോളൂ, ഇപ്പോൾ ഒഴിച്ചിലായിരിക്കും. രണ്ടുപേരും ചികിത്സാമുറിയിലേക്ക് നടന്നു. ചികിത്സാമുറിയിൽ നിന്ന് അനുയായികൾ ഒഴിച്ചിൽ കഴിഞ്ഞിറങ്ങി. അല്പം കാത്തു നിൽക്കൂ, ഇപ്പോൾ കാണിക്കാം. അതിനെന്താ, പുറത്ത് കാണും. അരമണിക്കൂർ കൂടി കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വിളിച്ചു. കാശി. കുട്ടൻ സന്തോഷത്തിൽ വിളിച്ചു. കാശിയും രാജീവും കുട്ടൻ്റെ അടുത്തേക്ക് ചെന്നു. ഇപ്പോൾ ഇരിക്കാറായോ? കാശി അത്ഭുതത്തോടെ ചോദിച്ചു. ഇരിക്കാം. താഴേക്ക് വിരലുകൾ ചലിക്കും. ബാക്കിയൊക്കെ പതിയെ ശരിയാവുമെന്ന് വൈദ്യർ പറഞ്ഞു. സന്തോഷം കൊണ്ട് കുട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. ഇത്രയും പെട്ടെന്ന് റിക്കവറി പ്രതീക്ഷിച്ചില്ല. കുട്ടൻ രാജീവിനെ നോക്കി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കാശി. കുട്ടൻ കണ്ണ് തുടച്ചു. കരച്ചിലും പറച്ചിലും കഴിഞ്ഞില്ലേ? വൈദ്യൻ്റെ മകൻ അവിടേക്ക് വന്നു. സന്തോഷം കൊണ്ടാ ഡോക്ടർ. കുട്ടൻ കണ്ണും തുടച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എണീപ്പിച്ച് നടത്തുമെന്ന്. കൂടിപ്പോയാൽ 2 മാസം. അതിനുള്ളിൽ കുട്ടൻ എണീറ്റ് നടക്കും. കണ്ടോ? കേട്ട വാർത്ത സന്തോഷത്തിലായിരുന്നു തിരികെയുള്ള മടക്കം. വരുമ്പോൾ വീട്ടിൽ രാധയും വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബഹളം പഠിക്കൽ നിന്നേ കേൾക്കാം. കൂട്ടത്തിൽ കണ്ണൻ്റെ ചിരിയും. എന്തായി? പോയിട്ട് ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ അമ്മാവൻ്റെ ചോദ്യമെത്തി. കൂടെ കാശിയുടെയും മറുപടി കേൾക്കാനായി അമ്മയും ജയശ്രീയും ഭവാനിയും. നല്ല മാറ്റമുണ്ട് ഇപ്പോൾ. ഇരിക്കാൻ കഴിയും. 2 മാസം അതിനുള്ളിൽ നടത്തിക്കാമെന്ന് വൈദ്യർ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ജയശ്രീ ബാബുത്തി കരഞ്ഞു. ഇനിയും വേണ്ട ജയശ്രീ ഈ കരച്ചിൽ. എല്ലാം ശരിയാകും. രാജീവും കാശിയും മുറിയിലേക്ക് പോകുമ്പോൾ കൺമണിയും കാശിയും ബെഡിൽ ഇരിക്കുവാണ്.
ചുറ്റും ജയശ്രീ കൊണ്ടുവന്ന പലഹാരങ്ങൾ. കൺമണി ചിരിച്ച് ചിരിച്ച് മുഖം ചുവന്നു പോയിട്ടുണ്ട്. കണ്ണാ, ശാസനയോടെ കാശി വിളിച്ചു. ഇല്ല കാശിയേട്ടാ, ഇനി ചിരിക്കില്ല. അതല്ലടാ. പെണ്ണിൻ്റെ മുഖം വാടിയപ്പോൾ കാശി അടുത്തിരുന്നു. ഒരുപാട് ചിരിച്ചാൽ ചിലപ്പോൾ വയറ് വേദനിക്കും. അതിന് കൺമണിയെ പറയണ്ട. ഈ കുരുത്തം കെട്ടവളാണ് അതിനെ കൂടെ ചീത്തയാക്കുന്നത്. ആര്? ഞാനോ? രാധ കണ്ണു മിഴിച്ചു. ആ, നീ തന്നെയാണ് ഓരോ പൊട്ടത്തരങ്ങൾ വിളിച്ച് പറയുന്നത്. രാജീവൻ ഗൗരവത്തിലായി. എടോ, താൻ ആരാ എന്നെ ഭരിക്കാൻ? രാധ ചാടി എണീറ്റു രാജീവൻ്റെ നേർക്ക് വിരൽ ചൂണ്ടി. രാജീവൻ അവളുടെ കൈ പിടിച്ച് വളച്ചു. പല തവണ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിരൽ ചൂണ്ടി സംസാരിക്കരുതെന്ന്. ആ, വേദനിക്കുന്നു. പ്ലീസ് കൈ വിട്. ഇനി വിരൽ ചൂണ്ടില്ല. കാശിയും കൺമണിയും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല. കാരണം ഇതൊക്കെ സ്ഥിരം കാഴ്ചകളാണ്. രണ്ടും കൂടി തല്ലുകൂടുന്നത് കണ്ടാൽ ഇന്ത്യയും പാകിസ്ഥാനും ആണെന്ന് തോന്നും. എന്നാൽ അല്പസമയം കഴിയുമ്പോൾ കാണണം അടയും ചക്കരയും. അവരുടെ ഇടയിൽ മധ്യസ്ഥം പറയാൻ പോകുന്നവർ പിന്നീട് പുറത്താകും. രാജീവൻ പെണ്ണിൻ്റെ കൈവിട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ തനി സ്വഭാവം പുറത്തു വന്നു. അവനെ പിടിച്ച് പിന്നിലേക്ക് ഉന്തിക്കൊണ്ട് രാധ സ്ഥലം വിട്ടു. ഡി നിൽക്കാൻ! രാജീവൻ പിന്നാലെ ഓടി. രാധ ഓടി മുകളിലെ മുറിയിലെത്തി പമ്മി നിന്നു. രാജീവൻ പിന്നാലെ ചെന്നു. അവളെ റൂമിൽ കയറുന്നത് അവൻ കണ്ടു. ഇന്ന് അവളുടെ നകളിപ്പ് മാറ്റിയിട്ട് തന്നെ അവൻ ആ മുറിയിൽ കയറി വാതിൽ കുറ്റിയിട്ടു. രാധയെ കർട്ടൻ്റെ ഇടയിൽ മറഞ്ഞു നിന്നത് വ്യക്തമായി രാജീവൻ കണ്ടു. അവൾ വേഗം പുറത്തേക്ക് വന്നു. എന്തിനാ ഡോർ കുറ്റിയിട്ടത്? തുറക്ക് വേഗം, എനിക്ക് പോകണം. അവൾ രാജീവൻ്റെ അടുത്തേക്ക് വന്നു. അങ്ങനെ ഇപ്പോൾ പോവണ്ട. നിനക്കൊരു എല്ല് കൂടുതലാണ്. ഞാനത് നൂരിയെടുക്കും. ഞാൻ ഉച്ച വയ്ക്കും. രാധ പിന്നിലേക്ക് നീങ്ങി. രാജീവൻ അവളുടെ അടുത്തേക്ക് വന്നതും അവൾ ചുമരോട് ചേർന്ന് പോയി. രാജീവൻ അവളെ തൊട്ടു തൊട്ടില്ല എന്നവണ്ണം മുന്നിലും. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കട്ടെ. രാജീവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ലോക്ക് ചെയ്ത് നിർത്തിയതിന് ശേഷം ചുരിദാറിൻ്റെ സ്ലിറ്റിനിടയിലൂടെ അവൻ്റെ കൈപ്പത്തി അവളുടെ വയറിൽ പതിഞ്ഞു. വലിയ വായിൽ രാധയോട് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയൂ എന്നല്ലാതെ അവൾക്ക് ആ നിമിഷം ഭയം തോന്നി. പെണ്ണിനെ ഒന്ന് പേടിപ്പിക്കണമെന്ന് മാത്രമേ രാജീവൻ കരുതിയുള്ളൂ. എന്നാൽ അവളുടെ മുഖത്തെ ഭാവവും ഭയവും മറ്റും കണ്ടപ്പോൾ അവളെ ശരിക്കും വട്ടളാക്കാൻ തോന്നി അവന്. അവളുടെ മുഖത്തേക്ക് മുഖമെടുപ്പിച്ചതും രാധ കണ്ണുകൾ ഇറക്കി അടച്ചു. അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് രാജീവൻ നിന്നു. ഒരു നൂലിട നിശ്വാസം. രാധയുടെ ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി ഉയർന്നു. അതിൻ്റെ മുന്നോടിയായി അവളുടെ മാറിടങ്ങൾ ഉയർന്നു താണു. രാജീവനും കാര്യങ്ങൾ കൈവിട്ട അവസ്ഥയിൽ നിന്നുപോയി. അവളിലെ പുതിയ ഭാവങ്ങൾ കണ്ടപ്പോൾ പെട്ടെന്നാണ് രാജീവനെ കോളറിൽ പിടിച്ച് വലിച്ച് തന്നോട് ചേർത്ത് രാധ. അവളുടെ പതുപതുത്ത മാറിടം അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നതും രാജീവൻ്റെ കണ്ണുകൾ വിടർന്നു. രാധ രാജീവൻ്റെ ചുണ്ടിൽ അവളുടെ ചുണ്ട് ചേർത്തു. രാജീവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ അമർന്നു. പെണ്ണ് കിട്ടിയ അവസരത്തിൽ ഒരു ചുംബന സമരം തന്നെ നടത്തി. ചുംബനത്തിൻ്റെ ആലസ്യം വിട്ടൊഴിഞ്ഞതും അവനെ തള്ളി മാറ്റി കതകം തുറന്ന് രാധ പുറത്തേക്ക് ഓടി. രാജീവൻ കിളി പോയി നിന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന മട്ടിൽ. ഒടുവിൽ പുഞ്ചിരിയോടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. 2-3 ദിവസം പോയത് തന്നെ അറിഞ്ഞില്ല. കൺമണി രാധയും ജയശ്രീയും പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്നാൽ അവർ പോയിട്ട് അധികം വൈകാതെ തന്നെ മടങ്ങി വരുമെന്ന് പറഞ്ഞ് കാശി അവളെ സമാധാനിപ്പിച്ചു. ദിവസങ്ങൾ വേഗം കടന്നുപോയി. കൺമണിക്ക് അവശതകൾ ഒപ്പും. സദാസമയം കാശി അവളുടെ പിന്നാലെ തന്നെ ഉണ്ട്. എപ്പോഴാണ് അവൾക്ക് അസ്വസ്ഥതകൾ ഏറി വരുന്നതെന്നറിയില്ല. ഡോക്ടർ പറഞ്ഞ ഡേറ്റിന് ഇനിയുമുണ്ട് 1.5 മാസം. രാത്രിയിൽ ഉറക്കത്തിൽ കൺമണി കാശിയെ വിളിച്ചുണർത്തി. കാശി ഞെട്ടിപ്പിടഞ്ഞെണീറ്റു. കണ്ണാ, എന്താടാ, വയ്യായ്മ എന്തെങ്കിലും ഉണ്ടോ? ഹോസ്പിറ്റലിൽ പോകണോ? പെണ്ണിൻ്റെ ഇരിപ്പും ഭാവവും കണ്ടപ്പോൾ കാശി ചോദിച്ചു. എനിക്ക് നെയ്റോസ്റ്റും ഉഴുന്നുവടയും കഴിക്കാൻ തോന്നുന്നു. എന്തോന്ന്? കാശി അന്തം വിട്ടുവാണ്. കാശി ക്ലോക്കിലേക്ക് നോക്കി. സമയം വെളുപ്പാങ്കാലം 3 മണി. കണ്ണേ, ഈ സമയത്ത് ഞാൻ എവിടെ പോയി നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ? എനിക്ക് കൊതിയായിട്ടാ കാശിയേട്ടാ. നോക്കട്ടെ എവിടെയെങ്കിലും ഇപ്പോൾ കിട്ടുമോ എന്ന്. ഒടുവിൽ രാജീവനെ വിളിച്ചന്വേഷിച്ചു. എൻ്റെ കാശി, ഈ വെളുപ്പിന് ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കും? ഞാനൊന്ന് നോക്കട്ടെ. രാജീവൻ ഉറക്കച്ചവടിൽ ഫോൺ വച്ചു. ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃത്യമായി രാജീവൻ്റെ കോളെത്തി. കുന്നത്ത് നന്നായി കുന്നത്ത് നിന്ന് 5 കിലോമീറ്റർ മാറി ഏകദേശം 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോട്ടലുണ്ട്. അവിടെ പോയി അന്വേഷിക്കാമെന്നായി. ഒടുവിൽ രാജീവൻ കാറുമായി വന്ന് കാശിയെ കൂട്ടി പോയി. കൺമണിയോട് കിടക്കാൻ പറഞ്ഞിട്ടാണ് പോയത്. അവർ വരുമ്പോൾ വിളിക്കാമെന്ന്. എന്നാൽ നെയ്റോസ്റ്റിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ കൺമണിക്ക് കിടപ്പ് വരുന്നില്ല. ഒടുവിൽ കാശിയും രാജീവനും വരുന്നത് വരെ അവൾ ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നു. 5 മണിയോടെടുത്തപ്പോൾ കാറിൻ്റെ ശബ്ദം കേട്ട് കൺമണി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റു. റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ കയ്യിൽ കവറുമായി കാശി മുന്നിലെത്തി. കാശിയുടെ കയ്യിലിരുന്ന പൊതി വാങ്ങി അവൾ മൂക്കോടടുപ്പിച്ചു. കാശിയെയും അവൻ്റെ പിന്നിൽ നിൽക്കുന്ന രാജീവിനെയോ ശ്രദ്ധിക്കാതെ നേരെ പൊതിയുമായി ഡൈനിങ്ങിലേക്ക് പോയി. ഭക്ഷണപ്പൊതി തുറന്നെടുത്ത്
മുന്നിലേക്ക് വെച്ച് ആസ്വദിച്ച് കഴിച്ചു. ആദ്യമായാണ് അവൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നത്. എന്നാലും എൻ്റെ കണ്ണേ, നട്ടപ്പാതിരാത്രി ഞങ്ങളെ ഇത്രയും ഓടിക്കേണ്ട കാര്യമുണ്ടോ? രാജീവൻ ചോദിക്കുമ്പോൾ അവൾ ചിരിച്ചു കാണിച്ചു. സോറി രാജീവേട്ട, ബുദ്ധിമുട്ടായല്ലേ? അതൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ. കഴിച്ചു കഴിഞ്ഞുള്ള അവളുടെ മുഖത്തെ സംതൃപ്തി നോക്കി കാണുകയാണ് കാശി. എന്നാൽ ഞാൻ ഇറങ്ങട്ടടാ, കുറച്ചുകൂടി കിടന്നുറങ്ങണം. അപ്പോൾ ഗുഡ് മോർണിംഗ് രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് രാജീവൻ പോയി. കാശി കഴിച്ചു കഴിഞ്ഞ് വേസ്റ്റ് എടുത്ത് മാറ്റി. അപ്പോഴേക്കും കൺമണി കയ്യും വായും കഴുകി വന്നു. എന്നാൽ അല്പം കൂടി പോയി കിടന്നോ? അപ്പോൾ കാശിയേട്ടൻ കിടക്കുന്നില്ലേ? എന്തായാലും ഉറക്കം പോയി, കുറച്ച് ജോലിയുണ്ട്, ഞാനത് ചെയ്തിട്ട് വരാം. വേണ്ട, കാശിയേട്ടൻ കൂടെ വാ. പെണ്ണിൻ്റെ കിന്നാരം കണ്ട് കാശിയും കൂടെ ചെന്നു. വലിയ വയറും താങ്ങിപ്പിടിച്ച് നടക്കുന്നത് കാണുമ്പോൾ പാവം തോന്നും. അവളെ ചായച്ച് കിടത്തി കാശി വയറിൽ പതിയെ തലോടി. പെണ്ണിൻ്റെ നെറ്റിയെ ചുണ്ടു ചേർത്തു. അച്ഛൻ്റെ സ്പർശം അറിഞ്ഞ വയറിൽ നേരിയ ചലനം തുടങ്ങി. കുറച്ചുനേരം അച്ഛൻ്റെയും മക്കളുടെയും ലോകം. കാശിയും ആ കിടപ്പിൽ ഉറങ്ങിപ്പോയി. പിന്നെ ഉണരുന്നത് കൺമണിയുടെ ഞരക്കം കേട്ടാണ്. കാശിയേട്ടാ, എനിക്ക് വയ്യ, വല്ലാണ്ട് വേദനിക്കുന്നു. വയറിൽ താങ്ങി പെണ്ണ് ഞെളിവിരി കൊള്ളുന്നു. കണ്ണേ, കരയല്ലേ, അമ്മാമ്മേ, അമ്മേ. കാശി നിലവിളിച്ചു പോയി. അമ്മയും രാഗിണിയും കാശിയുടെ നിലവിളി കേട്ട് വേഗം മുറിയിലേക്ക് എത്തി. പിന്നാലെയാണ് അമ്മ വന്നത്. അമ്മമ്മേ, കണ്ണൻ ഒട്ടും വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. രാജീവിനെ വിളിച്ച് വേഗം വണ്ടിയുമായി വരാൻ പറയുമോ? പെണ്ണിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ വയ്യമ്മ. അമ്മ വീൽചെയറിലിരുന്നു കൺമണിയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞ ദിവസത്തിന് ഇനിയും ഉണ്ടല്ലോ കാശി. എന്നിട്ടെന്താ മോക്ക് പെട്ടെന്ന് വയ്യാതെ? അമ്മാവൻ പകുതിയിൽ നിർത്തി. അറിയില്ലമ്മാവ, ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്ന്. രാജീവൻ കാറുമായി വന്നു. രാജീവനും കാശിയും കൂടി ചേർന്നാണ് കൺമണിയെ എടുത്ത് കാറിൽ കിടത്തിയത്. കൂടെ തന്നെ രാഗിണിയും കയറി. അമ്മാവനെ തൽക്കാലം അമ്മയുടെ അടുത്താക്കിയിട്ടാണ് പോകുന്നത്. അവർക്ക് പിന്നീട് വേറെ വണ്ടി പിടിച്ച് വരും. ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെയായി. കൺമണിയുടെ കരച്ചിൽ കാണുമ്പോൾ അതുവരെ സംഭരിച്ചു വെച്ചിരുന്ന ധൈര്യം മുഴുവനും കാശിയിൽ ചോർന്നു പോകുന്നത് പോലെ തോന്നി. കാറിലിരുന്നു കൊണ്ട് തന്നെ ഡോക്ടറിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. ഹോസ്പിറ്റലിലെത്തി രണ്ടുപേരും ചേർന്ന് കൺമണിയെ സ്ട്രെച്ചറിൽ എടുത്ത് കിടത്തുമ്പോൾ കാശിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചു കൺമണി. പേടിക്കേണ്ട കണ്ണ, നമ്മൾ ഹോസ്പിറ്റലിലെത്തി. അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും കാശിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. കൺമണിയെ ലേബർ റൂമിലേക്ക് കയറ്റി. സുഖപ്രസവമായിരിക്കില്ലെന്ന് ഡോക്ടർ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ സിസേറിയന് വേണ്ട കാര്യങ്ങളിലേക്ക് അവർ കടന്നു. അമ്മാവനും അമ്മയും ആവശ്യ സാധനങ്ങളുമായി ഹോസ്പിറ്റലിലെത്തി. കൺമണിക്ക് BP വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അത് നോർമലായതിനു ശേഷം മാത്രമേ സിസേറിയൻ ചെയ്യൂ. ഇതിനിടയിൽ വിവരമറിഞ്ഞ് രാധയും ജയശ്രീയും വന്നു. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്ന് പറഞ്ഞു കൺമണിയുടെ ഡെലിവറി കഴിഞ്ഞെന്ന്. മോളും മോനും എല്ലാവർക്കും സന്തോഷമായി. വൈദ്യർമഠത്തിലേക്ക് വിളിച്ച് ഡോക്ടറോട് അപ്പോൾ തന്നെ വിവരം പറഞ്ഞു കുട്ടനെ അറിയിക്കാൻ. കുഞ്ഞുങ്ങളെ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും കാശിയും മറ്റുള്ളവരെയും കാണിച്ചു. കൺമണി ഓക്കെയാണ്, പക്ഷേ ഇന്നത്തെ ദിവസം അവളെ റൂമിലേക്ക് മാറ്റില്ല എന്ന് പ്രത്യേകം പറഞ്ഞു. ഹോസ്പിറ്റലിലുള്ള ഏകദേശം ആളുകൾക്കും സ്വീറ്റ്സ് വാങ്ങി കൊടുപ്പിച്ചു രാധ. ഹോസ്പിറ്റലിൽ ഒരു റൂം എടുത്ത് എല്ലാവരും അവിടെ തങ്ങി. ആരും തന്നെ വീട്ടിലേക്ക് പോകുന്നില്ല. അടുത്ത ദിവസം രാവിലെ 10 മണിയോടുകൂടി രാധയെ റൂമിലേക്ക് മാറ്റി. കുഞ്ഞുങ്ങളെ അവളുടെ അടുത്തേക്ക് കിടത്തി. കാശി തൻ്റെ പെണ്ണിനെയും മകളെയും കൊതിയോടെ നോക്കി. അതീവ സ്നേഹത്തിൽ അവരുടെ നെറ്റിയിൽ ചുണ്ടു ചേർത്തു. പേടിച്ചു പോയി കാശിയേട്ടാ, എൻ്റെ കാശിയേട്ടനെയും മക്കളെയും ഇനി കാണാൻ കഴിയില്ലെന്ന് വിചാരിച്ചു. കണ്ണാ, ശാസനയോടെയുള്ള അവൻ്റെ വിളി കേട്ടപ്പോൾ കൺമണി കണ്ണു പൂട്ടി. ഒരു തുള്ളി കണ്ണുനീരിറ്റ് വീണു. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഇവിടെ നിൽക്കണ്ട. അമ്മാവനും അമ്മയും രാധയും ജയശ്രീയും തിരികെ വീട്ടിലേക്ക് പൊയ്ക്കോ. ഇവിടെ രാഗിണി ചേച്ചി മാത്രം മതി. കാശി പറയുന്നത് കേട്ടപ്പോൾ അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി. ജയശ്രീയും രാധയും തറവാട്ടിലേക്ക് പൊക്കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ആവശ്യമായ ഭക്ഷണവും മറ്റും എത്തിക്കാമല്ലോ. അമ്മാവനും അമ്മയും ഇത് ശരിവെച്ചു. രാജീവൻ തന്നെയാണ് എല്ലാവരെയും വീട്ടിലേക്ക് കൊണ്ടുപോയത്. ആർക്കും കുഞ്ഞുങ്ങളെ കണ്ട് മതിയായില്ല. എന്നാൽ രാത്രിയിലേക്കുള്ള ഭക്ഷണവുമായി വന്ന ജയശ്രീ ചേച്ചിയെ തിരികെ വീട്ടിലേക്ക് വിട്ടില്ല. കാരണം കുഞ്ഞുങ്ങൾ രണ്ടുപേരും വാശിക്കാരാണ്. ഒരാൾ കരച്ചിൽ നിർത്തുമ്പോൾ അടുത്ത ആൾ തുടങ്ങും. രാഗിണിയെ കൊണ്ട് കൺമണിയുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ഒരാളെ കൂടി നിർത്താമെന്ന് സമ്മതിച്ചത്. തുടരും. എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പൊങ്കാല കഴിഞ്ഞിട്ട് മാത്രമേ സ്റ്റോറീസ് ഉണ്ടാകൂ. നാളെ മുതൽ ഇവിടെ പാട്ടും ബഹളവും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുമല്ലോ. ചെറിയ പാർട്ടാണെന്ന് പറയരുത്, അത്രയും വലിയ പാർട്ടാണ്.